അതിന്റെ ഒപ്പമുള്ള ഒരു മെയിൻ കാരണക്കാരനാണ് സ്യൂഡോമോണസ്. ഓക്കെ, സ്യൂഡോമോണസിനെതിരായിട്ട് നമ്മൾ ഏതാ സിപ്രോഫ്ലോക്സസിൻ കൊടുക്കാം, ഓറൽ സിപ്രോ കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ IV ആന്റി സ്യൂഡോമോണൽ ബീറ്റാലാക്ടം ഉണ്ടല്ലോ, ഏതാ പിപ്പരാസിനും ടാസിൽബാക്ടറും, പിന്നെ അതുപോലെ സെപ്റ്റാസിഡും ഇതും കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സ്യൂഡോമോണാസ് ഒരു കോസാണ്, മെയിൻ കോസാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ. അപ്പൊ അതിന് ഓറൽ സിപ്രോഫ്ലോക്സാസിൻ, IV ആന്റി സ്യൂഡോമോണൽ ബീറ്റാലാക്ടം കൊടുക്കാം, പിപ്പരാസിഡിൻ ടാസിൽബാക്ടം, സെപ്റ്റാസിഡിൻ കൊടുക്കാം. ഓക്കെ, ഹലോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ചില സമയത്ത് പേഷ്യന്റിന് വിഗറസ് കഫ് കാരണം അല്ലെങ്കിൽ ക്രോണിസിറ്റി കാരണം ഒക്കെ സിവിയർ ഹീമോപ്റ്റൈസിസ് വേണമെങ്കിൽ ഉണ്ടാവാം. അങ്ങനെയുള്ള പേഷ്യന്റ് മൈൽഡ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ മൈൽഡ് റെസ്പോൺസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഹീമോപ്റ്റൈസിസ് നല്ലതല്ലോ, ബ്ലഡ് ലോസ് ഉണ്ടാവുമല്ലേ. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർക്യൂട്ടേനിയസ് ആയിട്ട് എംബോളൈസേഷൻ ഓഫ് ദ ബ്രോങ്കിൽ സർക്കുലേഷൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ വെസലിനെ എംബോളൈസ് ചെയ്യും, ക്ലോട്ട് ഫോം ചെയ്തിട്ട് എംബോളൈസ് ചെയ്യും. അപ്പൊ പിന്നെ ബ്ലീഡിങ് ഉണ്ടാവില്ലല്ലോ. അഡൽട്സിലാണ് സാധാരണ ഉണ്ടാവുക. മാസീവ് ഹീമോപ്റ്റൈസിസ് ആയിട്ടാണ് പേഷ്യന്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോങ്കിയൽ ആർട്ടറി എംബോളൈസേഷൻ വേണം. ഓക്കെ, പിന്നെ സർജറിയിൽ വേറെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സിഷൻ ചെയ്യുന്നത് വളരെ കുറവാണ്, ഒരു ചെറിയ സെഗ്മെന്റിൽ മാത്രമാണ്. നമ്മൾ CT ചെയ്തിട്ട് ഒരു ചെറിയ സെഗ്മെന്റിൽ മാത്രമേ നമ്മൾ കാണുന്നു, എന്താ ലീഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജിക്കലായിട്ട് റിസെക്ട് ചെയ്ത് വിടുള്ളൂ. പിന്നെ അല്ലാത്ത ഇപ്പൊ നമ്മള് അല്ലാത്തത് നമ്മൾ മെഡിക്കൽ നോക്കും. ഇപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അൺസക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ ആ പേഷ്യൻസിന് സർജറിയും പറ്റില്ല. കാരണം സാധാരണ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അൺസക്സസ്ഫുൾ ആവുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഒരു ജനറലൈസ്ഡ് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ്. ഇപ്പൊ സിസ്റ്റിക് ഫൈബ്രോസിസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സിൻഡ്രോംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോങ് കോഴ്സിലായിരിക്കും പേഷ്യന്റിന് വന്നിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ജനറലൈസ്ഡ് ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് പേഷ്യന്റ് സർജറിയും ചെയ്യാൻ പറ്റില്ല. മാനേജ്മെന്റ് അങ്ങനത്തെ കേസിൽ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രോങ്കിറ്റൈസിസിലാണെങ്കിൽ നമ്മൾ ആ പോർഷൻ അങ്ങ് റിസെക്ട് ചെയ്ത് കളയും. കാരണം റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ കളയാൻ എന്നുള്ള രീതിയിൽ മാത്രം. ഒരു ജനറലൈസ്ഡ് ആണെങ്കിൽ തന്നെ ഒരു ഫോക്കൽ ഏരിയ എന്നായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസർവോയർ ആയിട്ടുള്ള ആ പാർട്ടിനെ നമ്മൾ റിസെക്ട് ചെയ്ത് കളയും. അങ്ങനെയും ചെയ്യാറുണ്ട്, ഒരു പാലിയേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു സിംറ്റംസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രഷൻ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട്. ഓക്കെ, പിന്നെ പ്രോഗ്നോസിസ് എന്ന് പറയുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഓക്കെ അല്ലേ? ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, പ്രോഗ്നോസിസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ സീലിയറി ഡിസ്ഫങ്ഷൻ, സിസ്റ്റിക് ഫൈബ്രോസിസ് അങ്ങനെയുള്ള കേസിലൊക്കെ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പ്രോഗ്രസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ട്രീറ്റ്മെന്റ് നമുക്ക് തിരിച്ച് അവരെ നോർമൽ ആയിട്ട് കൊണ്ടുവരാൻ ഭയങ്കര പാടാ, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പാടാ. പിന്നെ അതർ പേഷ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ ഗുഡ് പ്രോഗ്നോസിസ് ആണ്. ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തു റെഗുലർ ആയിട്ട്, പിന്നെ അതുപോലെ ആന്റിബയോട്ടിക്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് ഒരു പരിധി വരെ നോർമൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മൾ പറഞ്ഞു ഇപ്പൊ മീസിൽസ്, വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ ട്യൂബർകുലർ ഇൻഫെക്ഷന്റെ പാർട്ടായിട്ട് അങ്ങനെയൊക്കെയാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ആദ്യമേ ഇങ്ങനെയുള്ള പേഷ്യൻസിലേക്ക് നമ്മൾ നേരത്തെ പ്രൊഫൈലാക്സിസ് എന്നുള്ള രീതിയിൽ കൊടുത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രോങ്കിറ്റൈസിസ് വരാണ്ട് നോക്കാം, അല്ലേ? ഹലോ. ആ, അപ്പൊ ഇത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത പോർഷനിലേക്ക് പോവാമോ? ലങ് ആബ്സസിലേക്ക്. ഹലോ. ഓക്കെ, ഇപ്പൊ ലങ് ആബ്സസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചെറുതാണേ, ഇത്രയില്ല, വേഗം കഴിയും. ഇപ്പൊ ലങ് ആബ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പസ് എവിടെയാണ്? അയ്യോ, ആരും ഇല്ലേ? പാരൻകൈമ. ഓക്കെ ഓക്കെ. ഇപ്പൊ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് നെക്രോസിസ് ഓഫ് ലങ് ടിഷ്യൂ വിത്ത് സെപ്പറേഷൻ. ലങ് പാരൻകൈമയിലാണ് ഇവിടെ പസ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് നെക്രോസിസ് ഓഫ് ലങ് ടിഷ്യൂ വിത്ത് സെപ്പറേഷൻ. ഓക്കെ, അതാണ് ലങ് ആബ്സസ്. ഇപ്പൊ നമ്മുടെ ഈ പിക്ക് തന്നെ കണ്ടില്ലേ, ചെറിയൊരു ഏരിയയിൽ നെക്രോസിസും പസ് കളക്ഷനും ഒക്കെ ഉണ്ട്.
പിന്നെ ഇറ്റിയോപെത്തോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ടീരിയൽ ന്യൂമോണിയയുടെ കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടാണ് ചിൽഡ്രനിൽ വരിക. ഓക്കെ, ലങ് ആപ്സിസ് സാധാരണ പറയാം. സാധാരണ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ക്ലബ്സിയെല്ല ന്യൂമോണിയെ ഇതിന്റെയൊക്കെ ഒരു പാർട്ടായിട്ട് ബാക്ടീരിയൽ ന്യൂമോണിയയുടെ പാർട്ടായിട്ടാണ് വരിക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്വസ്ട്രേറ്റഡ് ലങ് ഇല്ലേ, ഒരു ആക്സസറി ലങ്, അങ്ങനത്തെ കേസിൽ വരും. കാരണം അവിടെ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ, അതിന്റെ പാർട്ടായിട്ട് ബ്രോങ്കിൽ സിസ്റ്റ്, സീനോസിസ്, അങ്ങനത്തെ കേസിലും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു ലോങ് കോഴ്സിലാണ് സാധാരണ ലങ് ആപ്സിസും കണ്ടുവരിക. അതേപോലെ സ്റ്റഫൈലോകോക്കൽ ലങ് ആപ്സിസ് നമ്മൾ പറഞ്ഞു സ്റ്റഫൈലോകോക്കൽ, പിന്നെ ക്ലബ്സിയെല്ല ന്യൂമോണിയ. നമ്മൾ സാധാരണ പറയാ സ്റ്റഫൈലോകോക്കൽ ലങ് ആപ്സിസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ ഒരു സിംഗിൾ ലങ് ആപ്സിസ് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ലങ് ആപ്സിസ് കാണാം. സ്റ്റഫൈലോകോക്കലിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് സാധാരണ കാണാറ്. അപ്പൊ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഇമേജിങ് ചെയ്ത് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അപ്പോഴേ സസ്പെക്ട് ചെയ്യാം ഇത് സ്റ്റഫൈലോകോക്കൽ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ സാധാരണ സോളിറ്ററി ആയിരിക്കും. പിന്നെ ഈ ആപ്സിസ് ഇപ്പോ നമ്മളുള്ളത് ലങ് പാരൻകൈമയിലായിരിക്കുന്നത്. ഈ പിക്കിൽ കാണുന്ന പോലെ ലങ് പാരൻകൈമയിലാണ് ഉള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്ലൂറ വരണത്, അല്ലെ? എന്താ വരയ്ക്കാൻ പറ്റാത്ത പ്ലൂറ വരുന്നത്. അപ്പൊ ചില സമയത്ത് ഈ ആപ്സിസ് പ്ലൂറൽ സ്പേസിലേക്ക് റപ്ചർ ചെയ്യാം. അപ്പൊ പയോ ന്യൂമോ തൊറാക്സ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് പയോ ന്യൂമോ തൊറാക്സ് എന്ന് പറയാം. പിന്നെ പത്തോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാ നടക്കവിടെ? നമ്മൾ പറഞ്ഞു നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ നെക്രോസിസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ലിക്വിഫാക്ഷൻ ഉണ്ടാവാം ടിഷ്യൂന്റെ, എന്തിന്റെ ഇൻഫ്ലമേഷന്റെ ഒക്കെ പാർട്ടായിട്ട്. എവിടെയൊക്കെ? ആ ആപ്സിസ് ഉള്ള ഏരിയയിലും സറൗണ്ടിങ് ടിഷ്യൂലും ഒക്കെ. ഓക്കെ, ഇപ്പൊ നെക്രോസിസ്, ലിക്വിഫാക്ഷൻ, ഇൻഫ്ലമേഷൻ, അതൊക്കെ തന്നെ പത്തോളജി. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എങ്ങനെയായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷന്റെ ഒക്കെ ലോങ് സ്റ്റാൻഡിങ് ഇൻഫെക്ഷന്റെ ഒക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫീവർ ഉണ്ടാവും പേഷ്യന്റ് മിക്കവാറും, അനോറക്സിയ, ലെതാർജി, പാലർ, കഫിന്റെ ഒപ്പം ഫൗൾ സ്മെല്ലിംഗ്, എക്സ്പെക്ടറേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബ്രോങ്കിറ്റൈറ്റിസ് പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞ പോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് സ്പ്യൂട്ടം ഇവിടെ ഉണ്ടാവും. അപ്പൊ കഫ് വിത്ത് സ്പ്യൂട്ടം ഇവിടെ എന്ന് വെച്ചാൽ സ്പെഷ്യാലിറ്റി ഫൗൾ സ്മെല്ലിംഗ്, എക്സ്പെക്ടറേഷൻ ആണ്. ഓക്കെ, അപ്പൊ രണ്ടിലും കഫ് വിത്ത് സ്പ്യൂട്ടം പറയാൻ മറക്കരുത്, ബ്രോങ്കിറ്റൈറ്റിസ് ആയാലും ലങ് ആപ്സിസ് ആയാലും. പിന്നെ ഫിസിക്കൽ സയൻസ് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ മിനിമൽ ആയിരിക്കും. അതിൽ മെയിൻ ആയിട്ട് 3 സയൻസ് പറയാനുള്ളത്. ഒന്ന് ആംഫോറിക് ബ്രെത്ത് സൗണ്ട്സ്. ആംഫോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ടൈപ്പ് അല്ല എന്നുള്ളതല്ലേ ആംഫോറിക്, ഒരു 2 ടൈപ്പ് ഉണ്ടാവും അല്ലെ, അതല്ലേ എന്റെ മീനിങ്. അപ്പൊ സാധാരണ ഒരു ലോ പിച്ച്ഡ് ബ്രോങ്കിയൽ ബ്രെത്ത് സൗണ്ട്, അതിന്റെ ഒപ്പം ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഓവർ ടോൺസ്, അതിന്റെ കൂടെയുള്ള ടോൺസ്, ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ടോൺസും ഒരു ലോ പിച്ച്ഡ് ആയിട്ടുള്ള ബ്രോങ്കിയൽ ബ്രെത്ത് സൗണ്ട്സും, ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൗണ്ടിനാണ് ആംഫോറിക് ബ്രെത്ത് സൗണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ ബ്രെത്ത് സൗണ്ട്സിന് വേണ്ടി ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആംഫോറിക് സൗണ്ട് കിട്ടും. അതിൽ ലോ പിച്ച്ഡ് ആയിട്ടുള്ള ബ്രോങ്കിയൽ ബ്രെത്ത് സൗണ്ട്സും ഉണ്ടാവും, ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഓവർ ടോൺസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ അടുത്തതാണ് എന്താണ് കോഴ്സ് ആയിട്ടുള്ള ക്രെപ്പിറ്റേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെപ്പിറ്റേഷൻസ് ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് കോഴ്സ് ക്രെപ്പിറ്റേഷൻസ് ആണല്ലേ. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ എയർവേ കൂടെയൊക്കെ ഇൻഫ്ലമേഷൻ ഒക്കെ ആണല്ലോ, അതിന് ആപ്സിസ് ഫോം, നമ്മൾ നെക്രോസിസ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് എയർവേ ഇൻടാക്ട് അല്ല, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കോഴ്സ് ആയിട്ടുള്ള ക്രെപ്പിറ്റേഷൻസ് കിട്ടുന്നത്. പിന്നെ അടുത്ത ഒരു സൈൻ ആണ് വിസ്പറിംഗ് പെട്രോലോക്കി. പെക്ടോറിലോക്കി. ഓക്കെ, വിസ്പറിംഗ് പെക്ടോറിലോക്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിനെ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളെ, പേഷ്യന്റ് അല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ അയാൾ വിസ്പർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ലൗഡ് ആയിട്ട് നമുക്ക് കേൾക്കില്ല. പക്ഷെ ഈ ലങ് ആപ്സിസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് നമ്മൾ വിസ്പർ ചെയ്യാൻ പറയുകയാണ്, നമ്മൾ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യാണ്, ആയിട്ട് വിസ്പർ ചെയ്യാൻ പറയുമ്പോൾ ഇൻക്രീസ്ഡ് ലൗഡ്നെസ് ആയിരിക്കും.
ഓക്കെ, ആ ലങ്സ് യൂസ് നമ്മൾ വിസ്പർ ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ലൗഡ് ആയിട്ട് നമുക്ക് കേൾക്കും. അതിനാണ് വിസ്പറിംഗ് സ്പെക്ട്രോലോക്കി. അതൊരു ഫൈൻഡിങ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കൂടുതലും ഓസ്കൾട്ടേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ സയൻസ് ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. യൂഷ്വലി ഇമേജിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. എന്നാലും ഇപ്പൊ നമ്മൾ എൽസിറ്റി ആണെങ്കിലും പണ്ട് ഇതായിരുന്നു മെയിൻ സ്റ്റേ. ഓക്കെ, ഡയഗ്നോസിസ് അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇമേജിംഗ് ആണ് മെയിൻ ആയിട്ട്. ഈ സയൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇമേജിങ്ങിന് സപ്പോർട്ട് വേണം. പ്ലെയിൻ റേഡിയോഗ്രാഫ് നോക്കുമ്പോൾ എന്ത് കാണാം? ഹലോ, ഒരു ആപ്സിസ് ക്യാവിറ്റി കാണാം. ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഏരിയ കാണാൻ പറ്റും. കണ്ടോ? ഇതേപോലെ ആപ്സിസ് ക്യാവിറ്റി കാണാം. അതിന്റെ മുകളിൽ ഇത്തിരി കൂടെ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ കാണുന്നില്ലേ? ഹലോ, ബാക്കി എയർ ലെവൽ പോലെയാണ്. ഓക്കെ, അതിപ്പോ ഓർഗാനിക് ഇൻഫെക്ഷന്റെ പാർട്ടൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് വന്നതായിരിക്കാം. ഓക്കെ, അതാണ് ആപ്സിസ് ക്യാവിറ്റി. അപ്പൊ നമുക്ക് എക്സ്പേ ഇങ്ങനെ ഒരു ഇമേജും പിന്നെ ചെയ്യാം. ഫ്ലൂയിഡ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അൾട്രാസൗണ്ടിൽ ഡയഗ്നോസ് ചെയ്യാൻ ഈസി. അപ്പൊ ഫ്ലൂയിഡ് ആണ് നമ്മൾ സാധാരണ, അല്ല ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഈസി അൾട്രാസൗണ്ട് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ സി ടി ടെസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇതേ താഴത്തെ ഇമേജ് കണ്ടോ? അതെന്തേ? ഇതാണ് ആപ്സിസ് ക്യാവിറ്റി. അതിനകത്ത് പസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഇമേജിങ്. പിന്നെ ട്രീറ്റ്മെന്റ് അത്രയും ക്ലിയർ അല്ലേ? പിന്നെ അല്ല, ഒരു കാര്യം വിട്ടുപോയി. സ്പ്യൂട്ടം നമ്മൾ പറയുമ്പോൾ സ്പ്യൂട്ടം കൾച്ചർ ചെയ്യണം. പിന്നെ അതേപോലെ ബ്രോങ്കോസ്കോപ്പി ചെയ്യാം. ആസ്പിറേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്യൂട്ടം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ബ്രോങ്കോസ്കോപ്പിക് ആസ്പിറേറ്റ് എടുത്തിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാം. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഡയഗ്നോസിസ് ഓക്കെ. അടുത്തത് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് കൊടുക്കണം. അപ്പൊ നമ്മൾ അത് എന്തിന്റെ ബേസിലാണ്? സ്പ്യൂട്ടം അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പിക് ആസ്പിറേറ്റ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കൾച്ചർ ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്ത് കിട്ടിയ ഓർഗാനിസത്തിനെ വെച്ചിട്ടാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഡിസൈഡ് ചെയ്യുക. അതൊരു 4 to 6 weeks നമ്മൾ സാധാരണ കൊടുക്കേണ്ടി വരും. ഓക്കെ, മിനിമം 4 to 6 weeks കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, എയർവേ ആയിട്ട് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് അങ്ങ് ഡ്രെയിൻഡ് ആവും ഈ പസ് ഒക്കെ. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ മെഡിക്കൽ തെറാപ്പി എഫക്റ്റീവ് അല്ലെങ്കിൽ സർജിക്കൽ റിസെക്ഷൻ ഓഫ് ഇൻവോൾവ്ഡ് ഏരിയ ഓഫ് ലങ് നമുക്ക് ചെയ്യാം. ഓക്കെ, മെഡിക്കൽ തെറാപ്പി എഫക്റ്റീവ് അല്ലെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണയായിട്ട് സർജിക്കൽ റിസെക്ഷന് പോകാറുള്ളൂ. ഓക്കെ, ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ലങ് ആപ്സിസും കഴിഞ്ഞു. ഏതെങ്കിലും ഓക്കെ അല്ലേ?